പ്രവേശനോത്സവം 2025 ജൂൺ 5-ാം തീയതി വിൻസെഷൻ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ജോസഫ് സ്രാമ്പിക്കൽ ദീപം തെളിയിച്ച് അനുഗ്രഹ പ്രാർത്ഥനയും സന്ദേശവും നൽകി 2025-26 അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്തു. നിർമ്മല ഭവൻ സുപ്പീരിയർ സിസ്റ്റർ രശ്മി തെരേസ്, മാതാപിതാക്കളുടെ പ്രതിനിധി ശ്രീമതി ശില്പ സാം, വാർഡ് കൗൺസിലർ ശ്രീമതി ലെക്സി ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വർണ്ണശബളമായ ക്രൗൺ അണിയിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഹൃദ്യമായ സ്വീകരണവും മധുരപലഹാരങ്ങളും നൽകി ക്ലാസുകളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിച്ചു. സ്കൂൾ അസംബ്ലി ഈശ്വരാനുഗ്രഹം യാചിച്ചുകൊണ്ട് കൂപ്പുകൈകളോടെ എല്ലാ ദിവസവും 9:30 AM കുട്ടികളും അധ്യാപകരും അസംബ്ലിയിൽ പങ്കെടുത്ത് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഓരോ ആഴ്ചകളിലും ഓരോ ക്ലാസ്സുകാർ അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും ജന്മദിനങ്ങൾ അസംബ്ലിയിൽ വിഷ് ചെയ്ത് സമ്മാനങ്ങൾ നൽകുന്നു. അസംബ്ലിയോടനുബന്ധിച്ച് എക്സസൈസ്, ആക്ഷൻ സോങ് എന്നിവയും ഹെഡ് മിസ്ട്രസിന്റെ അറിയിപ്പുകളും നടത്തുന്നു. ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശീലനം സിദ്ധിച്ച അധ്യാപകരാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. അമേയ പബ്ലിഷേഴ്സിന്റെ നേതൃത്വത്തിൽ മിസ്സിസ് ലക്ഷ്മി മാം നടത്തിയ പരിശീലന ക്ലാസ്സിൽ അധ്യാപകർ പങ്കെടുത്തു. സ്കൂൾ വെഞ്ചിരിപ്പ് വിദ്യാലയത്തിനും പരിസരത്തിനും ആത്മീയ സംരക്ഷണം അപേക്ഷിച്ചുകൊണ്ട് സെന്റ് ജോർജ് ബസിലിക്ക വികാരി റെവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രീ-KG, LKG, UKG ക്ലാസ്സുകളിൽ അമേയ പബ്ലിഷേഴ്സ് പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്തുന്നതിനായി ക്ലാസ്സുകളിൽ ആക്ടിവിറ്റികൾ കൊടുക്കുന്നു. പ്രീ-KG ക്ലാസ്സിലെ കുട്ടികളെ അവരുടെ കൈവഴക്കത്തിനും ബുദ്ധിവികാസത്തിനും വേണ്ടി കൈകൊണ്ട് മണലിൽ എഴുതിക്കുന്നു. അതോടൊപ്പം ഡാൻസ് ക്ലാസ്സും കൊടുക്കുന്നത് മൂലം കുട്ടികളുടെ സർഗവാസനകളെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. അതോടൊപ്പം ടേം എക്സാമുകൾ നടത്തി LKG, UKG ക്ലാസ്സിൽ പഠനത്തിൽ മികവ് പ്രകടിപ്പിച്ചവർക്ക് ഫസ്റ്റും സെക്കൻഡും സ്റ്റഡി പ്രൈസുകൾ നൽകുന്നു. LKG A ഫസ്റ്റ് കീർത്തി P, സെക്കൻഡ് മറിയം അന്ന നിതിൻ, LKG B ഫസ്റ്റ് എൽഗ മരിയ റിൻസൺ, സെക്കൻഡ് ഋഷികേഷ് കൃഷ്ണ, LKG C ഫസ്റ്റ് ജിസ്ബിൻ ബിജോയ്, സെക്കൻഡ് യൂദിത് വർഗീസ്, UKG A ഫസ്റ്റ് ആത്മീക് ജിനീഷ്, സെക്കൻഡ് ഏഞ്ചൽ ലിജോ, UKG B ഫസ്റ്റ് ഋതിക് MS, സെക്കൻഡ് ഏഞ്ചൽ മേരി ജിജോ, UKG C ഫസ്റ്റ് ഹിസ ഫാത്തിമ, സെക്കൻഡ് ഇവാനിയ ഹരിദാസ്. സ്റ്റഡി പ്രൈസിന് അർഹരായ എല്ലാ കുട്ടികൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ക്ലാസ് PTA ആൻഡ് പാരന്റ്സ് സെമിനാർ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകരുമായി കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും ഓരോ ടേമിലും ക്ലാസ് PTA നടത്തുന്നു. കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാം വിധം 3 ടേമുകളിലായി പരീക്ഷകൾ നടത്തുകയും ആൻസർ ഷീറ്റ് നൽകുകയും ചെയ്യുന്നു. 2025 നവംബർ മാസത്തിൽ സ്കൂൾ വെച്ച് പാരന്റ്സിനുള്ള സെമിനാർ നടത്തപ്പെട്ടു. സിസ്റ്റർ ജിൽസി മരിയയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്ലാസ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഒരു പാരന്റ് എങ്ങനെയായിരിക്കണമെന്ന് സിസ്റ്റർ വളരെ ലഘുവായ ഭാഷയിൽ പറഞ്ഞു തന്നു. സിസ്റ്ററിന്റെ ഓരോ വാക്കും പാരന്റ്സിന് കൂടുതൽ പ്രചോദനം ഉളവാക്കുന്നതായിരുന്നു. അമേയ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ 2025 നവംബർ 7-ാം തീയതി അമേയ ടാലന്റ് സെർച്ച് എക്സാം നടത്തുകയുണ്ടായി. LKG, UKG ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികളും എക്സാമിൽ പങ്കെടുത്തു. അതിൽ LKG സെക്ഷൻ ഫസ്റ്റ് റാങ്ക് കാതറിൻ മരിയ സിൻഡോ, സെക്കൻഡ് റാങ്ക് എയ്സൽ ഡിൽജോ, തേർഡ് റാങ്ക് ദക്ഷ് പ്രജിലാൽ, UKG സെക്ഷൻ ഫസ്റ്റ് ആത്മിക് ജിനീഷ്, സെക്കൻഡ് കാതറിൻ ബിബിൻ, തേർഡ് ഏഞ്ചൽ മേരി ജിജോ എന്നിവർ റാങ്കുകൾ കരസ്ഥമാക്കി. 4 മുതൽ 15 വരെയുള്ള റാങ്കുകൾക്ക് 109 കുട്ടികൾ അർഹരായി. 53 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിക്കുകയുണ്ടായി. വിജയികളായ എല്ലാ കുട്ടികൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിദ്യാദർശൻ ടാലന്റ് എക്സാമിനേഷൻ വിദ്യാദർശൻ ടാലന്റ് എക്സാം 2025 നവംബർ 17-ാം തീയതി നടത്തുകയുണ്ടായി. LKG ക്ലാസ്സിൽ നിന്നും ലൂക്ക ജോ ജോഫിക്ക് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് റാങ്കും UKG ക്ലാസ്സിലെ വൈഷ്ണവി രാജേഷിന് സ്റ്റേറ്റ് ലെവൽ തേർഡ് റാങ്കും ലഭിച്ചു. കൂടാതെ LKG ക്ലാസ്സിലെ 3 കുട്ടികളും UKG ക്ലാസ്സിലെ 2 കുട്ടികളും ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഔട്ട്സ്റ്റാൻഡിംഗ് വിന്നേഴ്സായി 25 കുട്ടികളും എക്സലന്റ് അവാർഡ്സിന് 67 കുട്ടികളും അർഹരായി. വിജയികളായ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ദിനാചരണങ്ങൾ സെന്റ് അൽഫോൺസ ഡേ 2025 ജൂലൈ 26-ാം തീയതി ഈ വിദ്യാലയത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു.
തിരുനാൾ ദിനത്തിൽ അൽഫോൻസാമയുടെ ഗ്രോട്ടയും സ്കൂൾ പരിസരവും ഭംഗിയായി അലങ്കരിച്ചു. സെന്റ് അൽഫോൻസാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ടാബ്ലോ, ഡാൻസ്, ആക്ഷൻ സോങ് എന്നിവ നടത്തുകയും ആഘോഷ പരിപാടികൾ നിർമ്മല ഭവൻ സുപ്പീരിയർ സിസ്റ്റർ രശ്മി തെരേസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 1:30 കുട്ടികളും അധ്യാപകരും ഗ്രോട്ടോയുടെ മുൻപിൽ അൽഫോൻസാമയുടെ പ്രാർത്ഥനയും പാട്ടും നടത്തി അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യദിനം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. നമുക്ക് നമ്മുടെ പിറന്ന നാടിനെ ജീവന് തുല്യം സ്നേഹിക്കാം എന്ന ചിന്ത കുഞ്ഞുങ്ങളിൽ ജനിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. ഐ ലവ് ഇന്ത്യ, ഭാരത് മാതാ കി ജയ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷം സജീവമാക്കി. ഓണാഘോഷം. പൂവിലും തളിരിലും വസന്തം വിടർത്തി, മുറ്റത്തും മനസ്സിലും വർണ്ണങ്ങൾ നിറച്ച്, ആർപ്പുവിളികളും ആരവവും ഓണപ്പാട്ടിന്റെ താളവും ഒത്തുചേർന്നൊരു ഓണാഘോഷം. 2 ദിവസങ്ങളിലായി വളരെ ഗംഭീരമായി ഓണാഘോഷ പരിപാടികൾ നടത്തി. ആദ്യ ദിനത്തിൽ കുട്ടികൾ കൊണ്ടുവന്ന പൂക്കൾ ഒന്നിച്ചു ചേർത്ത് മനോഹരമായ പൂക്കളം സ്കൂൾ മുറ്റത്ത് തയ്യാറാക്കുകയും കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു. 2ാം ദിനത്തിൽ കുട്ടികളെ ഒന്നിച്ചിരുത്തി തൂശനിലയിൽ ഓണസദ്യ നൽകി സന്തോഷം പങ്കുവച്ചു. യെല്ലോ ഡേ. നിറങ്ങൾ കുഞ്ഞു മനസ്സിൽ സന്തോഷവും അതിലേറെ വിസ്മയവും സൃഷ്ടിക്കുന്ന ഒന്നാണ്. മഴവില്ലിലെ 7 നിറങ്ങളിലൊന്നായ യെല്ലോ കളർ കുട്ടികളിൽ ഒരു ഓർമ്മയായി തിളങ്ങി നിൽക്കാൻ തക്കവിധം യെല്ലോ ഡേ സെലിബ്രേഷൻ നടത്തി. അന്നേ ദിവസം കുട്ടികളും ടീച്ചേഴ്സും യെല്ലോ കളർ ഡ്രസ് ധരിച്ചു വരികയും കുട്ടികൾക്ക് യെല്ലോ കളർ സ്നാക്സ് നൽകുകയും ചെയ്തു. കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന യെല്ലോ കളർ ക്രാഫ്റ്റ് ഐറ്റംസ് അസംബ്ലിയിൽ വെച്ച് എല്ലാ കുട്ടികൾക്കും കാണാൻ അവസരമൊരുക്കുകയും ചെയ്തു. യെല്ലോ ഡേ വളരെ ഭംഗിയായി നടത്താൻ മാതാപിതാക്കളുടെ നിസ്വാർത്ഥമായ സഹകരണം ഉണ്ടായത് നന്ദിയോടെ ഓർക്കുന്നു. ഫ്രൂട്ട്സ് ഡേ. ഫലവൃക്ഷങ്ങൾ വളർത്തുവാനും സംരക്ഷിക്കുവാനും അവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനുമായി സെപ്റ്റംബർ മാസത്തിൽ ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ നടത്തുകയുണ്ടായി. ഓരോ ക്ലാസ്സിലെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട്സ് കൊണ്ടുവരികയും സിസ്റ്റർ ജസ്മി ജോസ് കുട്ടികൾക്ക് ഓരോ ഫ്രൂട്ട്സിനെ പറ്റിയും അവയുടെ രുചിയും നിറവും പേരും ഫ്രൂട്ട്സ് കഴിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നൽകുകയും ചെയ്തു. ഫീസ്റ്റ് ഡേ സെലിബ്രേഷൻ. ജോളി നഴ്സറി സ്കൂളിന്റെ ലോക്കൽ മാനേജറും നിർമ്മല ഭവൻ സുപ്പീരിയറുമായ സിസ്റ്റർ രശ്മി തെരേസിന്റെ ഫീസ്റ്റ് വളരെയധികം ആഘോഷപൂർവ്വം നടത്തുകയുണ്ടായി. ശ്രീമതി സെബി ടീച്ചർ മദറിന് ഫീസ്റ്റ് ദിനത്തിന്റെ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുട്ടികളുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ നടത്തുകയും കുട്ടികളോടൊപ്പം അധ്യാപകരും ചേർന്ന് ഈ ആഘോഷവേളയെ വളരെ കൂടുതൽ ആഹ്ലാദപ്രദമാക്കി. കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. മിസ്സസ് വർഷ ജസ്റ്റിൻ എല്ലാവർക്കും നന്ദി അർപ്പിച്ചു. ചിൽഡ്രൻസ് ഡേ. കുട്ടികളുടെ ചാച്ചാജിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിത ചിന്തകളിലേക്കും നന്മകളിലേക്കും കുഞ്ഞുങ്ങളെ നയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അന്നത്തെ പരിപാടികൾ. ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുട്ടികളുടെ നേതൃത്വത്തിൽ റാലി നടത്തുകയും അന്നേ ദിവസം സിസ്റ്റർ പവിത്ര ജോണും മദർ സിസ്റ്റർ രശ്മി തെരേസ് പങ്കെടുക്കുകയും ചെയ്തു. പവിത്ര സിസ്റ്റർ കുട്ടികളോട് ചാച്ചാജിയെ പറ്റി സംസാരിക്കുകയും മദറും പവിത്ര സിസ്റ്ററും ചേർന്ന് കുട്ടികൾക്ക് മധുരപലഹാരം നൽകുകയും ബോൾ സമ്മാനമായി നൽകുകയും ചെയ്തു. ദീപിക കളർ ഇന്ത്യ. ദീപിക കളർ ഇന്ത്യ കോമ്പറ്റീഷനിൽ LKG UKG ക്ലാസ്സുകളിൽ നിന്നായി വളരെയധികം കുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ വിന്നേഴ്സായി കാതറിൻ മരിയ, ഇവാനിക ഹരിദാസ്, ആരോൺ നിമൽ, നേത്ര A എന്നിവർ A ഗ്രേഡിന് അർഹരായി. വിജയികളായ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. വർണ്ണക്കൂട്ട്. നവംബർ 14-നോടനുബന്ധിച്ച് വർണ്ണക്കൂട്ട് എന്ന പേരിൽ നടത്തിയ കളറിംഗ് മത്സരത്തിൽ LKG UKG ക്ലാസ്സിൽ നിന്നായി ധാരാളം കുട്ടികൾ പങ്കെടുത്തു. 10 കുട്ടികൾക്ക് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. വിജയികളായവർക്ക് മെഡൽ, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി ആദരിച്ചു. ക്രിസ്മസ് സെലിബ്രേഷൻ. നൈറ 2K25. നൈറ 2K25 ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 1-ന് ക്രിസ്മസ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും നക്ഷത്രങ്ങൾ കൊണ്ട് സ്കൂൾ അലങ്കരിക്കുകയും ചെയ്തു. ഡിസംബർ 19-ന് വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷിച്ചു. ഉണ്ണീശോയുടെ ജനനം കുട്ടികൾ വളരെ മനോഹരമായി ടാബ്ലോ രൂപത്തിൽ അവതരിപ്പിച്ചു. ഫാദർ പോൾ കല്ലുക്കാരൻ ക്രിസ്മസ് സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്ത് കേക്ക് മുറിച്ച് കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. കിഡ്സ് ഫെസ്റ്റ് 2025. 2025 നവംബർ 26, 27, 28 തീയതികളിലായി കുട്ടികളുടെ കലാപരവും കായികപരവും ബുദ്ധിപരവുമായ കഴിവുകൾ കണ്ടെത്തുന്നതിനായി
വിവിധ മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളിൽ ധാരാളം കുട്ടികൾ പങ്കെടുക്കുകയും മികവ് പ്രകടിപ്പിച്ചവർ സമ്മാനാർഹരാവുകയും ചെയ്തു. ഫാൻസി ഡ്രസ് സിംഗിൾ ഡാൻസ് മത്സര ദിനത്തിൽ മാതാപിതാക്കളുടെ സാന്നിധ്യവും സഹകരണവും കിഡ്സ് ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി. കുട്ടികളെ ഭംഗിയായി പഠിപ്പിക്കുകയും അണിയിച്ചൊരുക്കുകയും ചെയ്ത എല്ലാ മാതാപിതാക്കൾക്കും ജോളി നഴ്സറി സ്കൂളിന്റെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ഡേ സെലിബ്രേഷൻ 2026 ജനുവരി 16 പ്രൈസ് ഡേ സെലിബ്രേഷൻ നടത്തി. അധ്യാപക പ്രതിനിധി മിസ്സിസ് സെബി ജോയ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ കൗൺസിലർ റെവറൻഡ് ഫാദർ ബിജു മൂഞ്ഞേലി ഉദ്ഘാടനം ചെയ്യുകയും സിസ്റ്റർ രശ്മി തെരേസ് ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു. കിഡ്സ് ഫെസ്റ്റിൽ വിജയികളായ കുട്ടികൾക്കും കളറിംഗ് കോമ്പറ്റീഷനിൽ വിജയികളായവർക്കും റെവറൻഡ് ഫാദർ ബിജു മൂഞ്ഞേലി, സിസ്റ്റർ രശ്മി തെരേസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപക പ്രതിനിധി മിസ്സിസ് വർഷ ജസ്റ്റിൻ എല്ലാവർക്കും നന്ദി അർപ്പിച്ചു. ഉദാത്തമായ സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായ അങ്കമാലി പട്ടണത്തിന്റെ തിരുമുറ്റത്ത് നിഷ്കളങ്കതയോടെ ശിരസുയർത്തി ജോളി നഴ്സറി സ്കൂൾ അഭിമാനത്തോടെ നിലകൊള്ളുന്നു. ഈ വിദ്യാലയത്തിന്റെ വിജയത്തിന് സഹായിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും, എല്ലാ അധികാരികൾക്കും, ഉപകാരികൾക്കും, വിദ്യാലയത്തിന്റെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജസ്മി ജോസിനും, സഹ അധ്യാപകർക്കും, എല്ലാ കുഞ്ഞുമക്കൾക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ എന്ന പോലെ ഈ വാർഷിക വേളയിലും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സാന്നിധ്യവും സഹകരണവും ഈ വിജ്ഞാന സൗധത്തെ ഇനിയും നേട്ടങ്ങളുടെ ഉന്നത ശൃംഖത്തിൽ എത്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ജോളി നഴ്സറി സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ ഏവരുടെയും അംഗീകാരത്തിനായി സവിനയം സമർപ്പിക്കുന്നു.